എത്ര ബദരീങ്ങളാണ്. അവരുടെ ഓരോരുത്തരുടെ വഫാത്തിന്റെ രംഗം കേട്ടാൽ മുഅ്മിനീങ്ങളെ ഖൽബ് പടയാതെ കണ്ണ് നനയാതെ അത് കേൾക്കാൻ കഴിയില്ലല്ലോ. ഉബൈദ റളിയല്ലാഹു അൻഹു ചരിത്രം പറയുകയല്ല, ഞാൻ നിർത്തുകയാണ്. ഉബൈദ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ അതാ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു, അതാ മുറിവ് പറ്റുന്നു, പരുക്ക് പറ്റിയിട്ട് അവശനായി ഇരിക്കുമ്പോൾ സ്വഹാബത്ത് ആ ശരീരവുമായി നേരെ വരുന്നു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ അരികിൽ കൊണ്ടുവരുന്നു. അൽജഉഹു ഇലാ ജാനിബി മൗഖിഫി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ കൊണ്ടുവന്ന് സ്വഹാബത്ത് കിടത്തുന്നു. അപ്പ ഹബീബായ തങ്ങൾ എന്താ ചെയ്തതെന്നറിയുമോ? ഫാഫറശഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദമഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബി ഉബൈദ റളിയല്ലാഹു അൻഹുവിന് കടക്കാൻ തന്റെ കാല് വെച്ചു കൊടുക്കുന്നു. കാല് വിരിപ്പ് പോലെ വെച്ചു കൊടുക്കുന്നു. ഉബൈദ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഫവളഅ ഖദ്ദഹു അലാ ഖദമിഹി ശരീഫാ. ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ ഈ കവിൾത്തടം കൊണ്ടുപോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കാലിന്മേൽ വെച്ചു കൊടുക്കുന്നു. സുമ്മ മാതാ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന്മേൽ ആ കവിൾത്തടം വെച്ചപ്പോഴാണ് ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഹബീബായ തങ്ങൾ ആ വഫാത്തിന്റെ രംഗം കൊണ്ട് കണ്ടു പറഞ്ഞില്ലേ, അഷ്ഹദു അന്നക ഷഹീദ്. ഉബൈദ, നിങ്ങൾ വഫാത്താകുന്നത് എന്റെ കാലിന്മേൽ കവിൾത്തടം വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഷഹീദാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹു ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എത്ര സംഭവമാണ്. നമുക്ക് നിർത്തണം, ദുആ ചെയ്ത് പിരിയണം. ഹാരിസത്ത് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. ഷഹീദായ വിവരം അറിഞ്ഞപ്പോ ഉമ്മ വരുന്നു. ഹബീബായ തങ്ങളുടെ അരികിൽ വന്നിട്ട് ചോദിക്കാണ്, നബിയേ, എന്റെ ഹാരിസ എവിടെ? നിങ്ങളെ കൂടെ യുദ്ധത്തിന് വന്നതാണല്ലോ എന്റെ പ്രിയപ്പെട്ട മകനായ ഹാരിസ. ആ ഹാരിസ എവിടെ നബിയേ? അപ്പോഴാണ് ഈ ഉമ്മ പറയുന്നത്, ഒരു പക്ഷേ എന്റെ ഹാരിസക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ എന്റെ ഹാരിസ മരിച്ചതിന്റെ പേരിൽ എനിക്കൊരു സങ്കടവുമില്ല. അല്ല, എന്റെ ഹാരിസക്ക് സ്വർഗമില്ല എങ്കിൽ ഒരു മകൻ മരണപ്പെട്ടതിന്റെ സങ്കടം ഉമ്മാക്ക് താങ്ങാൻ കഴിയുമോ? ഹാരിസത്ത് ഇബ്നു സുറാഖ തങ്ങളുടെ ഉമ്മ വന്ന് സങ്കടം പറയുമ്പോഴാണ് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഓ ഉമ്മ, നിങ്ങളെ പ്രിയപ്പെട്ട മകനായ ഹാരിസക്ക് കേവലം സ്വർഗമല്ല, വഇന്ന ബനക അസാബൽ ഫിർദൗസൽ അഅലാ,
സ്വർഗത്തിൽ ഏറ്റവും മുന്തിയ സ്വർഗമല്ലേ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം. അതുകൊണ്ടല്ലേ നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ കേവലം സ്വർഗം വേണമെന്ന് ചോദിക്കരുത്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഫസ്അലൂഹുൽ ഫിർദൗസ്. ദുആ ചെയ്യുമ്പോ എപ്പോഴും ദുആ ചെയ്യേണ്ടത്, റബ്ബേ എനിക്ക് ഫിർദൗസ് ആകുന്ന സ്വർഗം തരണേ അല്ലാ, ഫിർദൗസ് ആകുന്ന സ്വർഗം തരണേ അല്ലാ. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഹാരിസത്ത് ഇബ്നു സുറാഖ തങ്ങളുടെ ഉമ്മാനോട് പറയാണ്, ഉമ്മാ നിങ്ങളെ മകന് ആ ഫിർദൗസ് ആകുന്ന സ്വർഗമാണ്. അവരെല്ലാം സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയില്ല. നമ്മുടെ ഖൽബ് നന്നാകണം. ആ ബദരീങ്ങളെ നമ്മുടെ ഖൽബിൽ കൊണ്ട് നടക്കണം. ബദരീങ്ങളെ പേര് കേൾക്കുമ്പോൾ വല്ലാത്തൊരാവേശമുണ്ടാകണം. ആ ബദരീങ്ങളുടെ 313 ബദരീങ്ങളുടെ പേര് എന്നും ചൊല്ലാൻ കഴിയണം. ഒരു സിനിമാ നടന്റെ പേര് പറയുമ്പോൾ എന്തൊരാവേശമല്ലേ പെങ്ങളെ. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയായ ഒരു സിനിമാ നടിയുടെ പേര് പറയുമ്പോ നിനക്കെന്തൊരാവേശമല്ലേ, നീ അവളെ അനുകരിക്കുകയല്ലേ. നമുക്കെന്ത് സിനിമാ നടന്മാർ, നമുക്ക് എന്ത് ഫുട്ബോൾ താരങ്ങൾ, നമുക്കെന്ത് സിനിമാ നടിമാർ, നമ്മുടെ എല്ലാ ഹീറോ ബദരീങ്ങളല്ലേ, നമ്മുടെ റോൾ മോഡലുകൾ ബദരീങ്ങളല്ലേ. ആ ബദരീങ്ങളെ കൊണ്ട് നടക്കണം. എല്ലാ ദിവസവും ബദരീങ്ങളുടെ 313 ബദരീങ്ങളുടെ പേര് ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ഉച്ചരിക്കാതെ ഒരു ദിവസം കടന്നു പോവുകയില്ല എന്ന തീരുമാനത്തോടെയായിരിക്കണം ഈയുള്ള ഞാനും നിങ്ങളും ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും അതിന് ആഗ്രഹമുണ്ട്. നിന്റെ മഹാന്മാരായ ബദരീങ്ങളുടെ പേര് എന്നും ചൊല്ലിയൊന്ന് തവസ്സുല് ചെയ്യണം. എന്നിട്ട് അതിന്റെ ബറക്കത്ത് കൊണ്ട് ബദരീങ്ങളെ കണ്ടു മരിക്കണം. ആ ബദരീങ്ങളെ ഒന്ന് സിയാറത്ത് ജീവിതകാലത്ത് പലതവണ ചെയ്യണം. എന്നിട്ടോ ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ബദരീകളെ കണ്ടുകൊണ്ട് സ്വർഗത്തിൽ ഒന്ന് കൂടണം. അതിന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് റബ്ബേ. ബദരീങ്ങളുടെ പേരുച്ചരിക്കാനും ആഗ്രഹമുണ്ട്. പക്ഷേ തൗഫീഖ് നിന്റെ ഭാഗത്ത് നിന്നല്ലേ കിട്ടേണ്ടത്. നിന്നോട് ഞങ്ങൾ ബദരീങ്ങളെ സദസ്സിൽ വെച്ച് റമളാനിൽ മഗ്ഫിറത്തിന്റെ 10 ഈ സമയം ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുകയാണ്. നീ ഞങ്ങൾക്കതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനെ, അതിന് ഭാഗ്യം നൽകണം റഹ്മാനെ. ഈ സദസ്സ് നീ അതിന് കാരണമാക്കണം റഹ്മാനെ. സബ്ബേ സാധുക്കളായ നമ്മുടെ